നമുക്കൊരു കടച്ചക്ക വാങ്ങി ഒരെണ്ണം ഉണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് ഇച്ചിരി വറുത്തര ചേർത്ത് വറുത്തരപ്പ് ചാറ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കടച്ചക്ക അരിഞ്ഞതും ഒരു കുറച്ച് 10-20 ചുവന്നുള്ളി വട്ടത്തിലരിയ രണ്ടായിട്ട് കീറിയതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഈ ബൗളിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കടച്ചക്കയും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. നമ്മൾ കുറച്ച് തേങ്ങ അതിലേക്ക് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. തേങ്ങ വറുത്ത് വാങ്ങാൻ നേരത്ത് മുളക് പൊടിയും കൂടെ ചേർത്ത് വെള്ളമയം ഇല്ലാതെ അരച്ചെടുത്തത്. അത് നമ്മളിനി കടച്ചക്ക വെന്ത് കഴിഞ്ഞ് കടച്ചക്കയും ഉള്ളിയും പച്ചമുളകും ഒക്കെ വെന്ത് കഴിഞ്ഞ് ഇനി നമ്മളതിലേക്ക് ഇത് ചേർത്ത് വെള്ളം പാകമാക്കുകയാണ്. അപ്പോൾ അതൊക്കെ തിള വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. അങ്ങനെ ഉപ്പും പാകത്തിന് ചേർത്ത് പിന്നെ വേണ്ടവർക്ക് ഒരു മിനുസം വാളംപുളി വേണമെങ്കിൽ ചേർക്കാം. ഞാനെന്തായാലും ചേർത്തിട്ടില്ല. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കടച്ചക്ക വറുത്തരക്കറി തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറുണ്ണാൻ വളരെ നല്ല കറിയാണ്. അങ്ങനെ ആ വറുത്തര വേവിച്ച് വെച്ച കടച്ചക്കയിലേക്ക് ചേർത്ത് അധികം വെള്ളം ഒഴിക്കാതെ വളരെ സ്വാദിഷ്ടമായ വറുത്തര കറി കടച്ചക്ക വറുത്തരച്ചത് തയ്യാറായി കഴിഞ്ഞു. ആ ഉള്ളി ചേർക്കുന്നതാണ് അതിൻ്റെ വേറൊരു ടേസ്റ്റ്. കൊച്ചുള്ളി സാമ്പാർ വെങ്കായം. ഓക്കേ.